ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യയിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. Question: What is the significance of the year 1921 in India's population growth history? ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഹിസ്റ്ററിയിൽ ഇയർ 1921ന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇപ്പം ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഹിസ്റ്ററിനകത്ത് ഇയർ 1921 പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 1921 ശേഷം ഇന്ത്യയുടെ പോപ്പുലേഷൻ വന്നിട്ട് സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വരെ പോപ്പുലേഷൻ ഗ്രോത്ത് വന്നിട്ട് ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. കാരണം ഈ വരൾച്ചയും അതുപോലെ എപ്പിഡമിക്സ് ഒക്കെ മൂലം ഡെത്ത് റേറ്റ്സ് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് പോപ്പുലേഷന്റെ ഗ്രോത്ത് ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The year 1921 is often considered a significant year in India's demographic history, although the table shows a slight dip from 252 million to 251 million. Generally, after 1921, India's population began to grow more steadily. Before this, population growth was often inconsistent due to famines and epidemics, which caused high death rates. Question: What are the reasons for migration? Migration ഉള്ള റീസൺസ് എന്തൊക്കെയാണ്? ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് ജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന പ്രൈമറി ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്കണോമിക് ആണ്. അതായത് ബെറ്റർ ഇൻകം അതുപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ വന്നിട്ട് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യാനും ആളുകൾ മറ്റു കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരളത്തിൽ നിന്നും കുറേ പേര് മറ്റു കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതലും മൈഗ്രേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. There are several reasons why people migrate from one place to another. The primary motivation is often economic, such as searching for better income and employment opportunities. People also move to achieve a higher social status. In recent times, many people from Kerala are also migrating to other countries for education. Question: How does migration affect the population structure of an area? എങ്ങനെയാണ് ഒരു ഏരിയയിലുള്ള പോപ്പുലേഷൻ സ്ട്രക്ചറിനെ മൈഗ്രേഷൻ എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു ഏരിയയിലുള്ള പോപ്പുലേഷൻ സ്ട്രക്ചറിനെ മൈഗ്രേഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്തിൽ നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് ജനങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ജനങ്ങൾ എവിടെ നിന്നാണോ മൂവ് ചെയ്തത് അതുപോലെ തന്നെ എങ്ങോട്ടാണോ അവർ മൂവ് ചെയ്തത് ഈ രണ്ട് സ്ഥലങ്ങളിലത്തെ പോപ്പുലേഷൻ സ്ട്രക്ചറിനെയും ഈ മൈഗ്രേഷന് ഡയറക്റ്റ് ആയിട്ട് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതായത് പോപ്പുലേഷൻ സൈസ്, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ മെയിൽ ഫീമെയിൽ റേഷ്യോ ഒക്കെയാണ് ഇവിടെ വരുന്ന ചേഞ്ചസ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റീജിയനിൽ നിന്നും യങ് ആയിട്ടുള്ള പീപ്പിൾ വന്നിട്ട് ജോബിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ലീവ് ചെയ്ത ആ സ്ഥലത്ത് വന്നിട്ട് ഓൾഡർ പോപ്പുലേഷൻ മാത്രമായിരിക്കും ബാലൻസ് വരുന്നത്. അപ്പോൾ ഇത് പോപ്പുലേഷൻ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Migration directly changes the population structure of both the place people live and the place they move to. It can alter the population size, age distribution, and the male-female ratio of an area. For example, when many young people leave a region for jobs, it can lead to an older population being left behind. Question: Which states have the highest and lowest population density in India? ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ്സിനാണ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റിയും അതുപോലെ ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റിയും വരുന്നത്? 2011 സെൻസസ് ഡാറ്റ പ്രകാരം ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്ന റീജിയൻ ആണ് ഡൽഹി. അതായത് ഇവിടെ വന്നിട്ട് അതായത് ഈ ഒരു ഡൽഹിയിൽ വന്നിട്ട് ക്രൗഡഡ് ഏരിയ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ആണ്. ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Based on the 2011 census data, the region with the highest population density is Delhi. This means it is the most crowded area in the country. The state with the lowest population density is Arunachal Pradesh, indicating that it is very sparsely populated. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: What is the difference between the sex ratio and the child sex ratio? സെക്സ് റേഷ്യോയും
ചൈൽഡ് സെക്സ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ടോട്ടൽ പോപ്പുലേഷനിൽ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ് സെക്സ് റേഷ്യോ. അതേസമയം 0 to 6 ഇയേഴ്സിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെയാണ് നമ്മൾ ചൈൽഡ് സെക്സ് റേഷ്യോയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള നമ്പർ ഓഫ് ഫീമെയിൽ ചിൽഡ്രൻ പെർ 1000 മെയിൽ ചിൽഡ്രൻ ആണ്. അപ്പൊ ഇത് വന്നിട്ട് ജെൻഡർ ബാലൻസിന്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The sex ratio is the number of females per 1000 males in the total population. In contrast, the child sex ratio focuses specifically on the age group of 0 to 6 years. It is defined as the number of female children per 1000 male children in that age group, and it helps to understand recent trends in gender balance. Question: What efforts has NITI Aayog recommended to improve the male-female ratio? Male-female ratio improve ചെയ്യാൻ വേണ്ടിയിട്ട് NITI ആയോഗ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള എഫേർട്സ് ഏതൊക്കെയാണ്? മെയിൽ ഫീമെയിൽ റേഷ്യോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് NITI ആയോഗ് വന്നിട്ട് ഗവൺമെന്റിനോട് 3 കീ ഏരിയാസ് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഗേൾസിന്റെ റൈറ്റ്സിനെ കുറിച്ചുള്ള അവയർനെസ് റേസ് ചെയ്യുക എന്നാണ്. രണ്ടാമത് വന്നിട്ട് ഗേൾസിന് ബെറ്റർ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. മൂന്നാമത് വന്നിട്ട് സൊസൈറ്റിയിൽ വുമന്റെയും ഗേൾസിനെയും എംപവർ ചെയ്യുന്ന പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. To improve the male-female ratio, the NITI Aayog has recommended that the government focus on 3 key areas. First, it should raise awareness about the rights of girls. Second, it must provide better health care and education for girls. Third, it needs to implement programs that empower both women and girls in society. Question: What is the state old age policy of Kerala? കേരളത്തിലുള്ള സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി വന്നിട്ട് കേരള ഗവൺമെന്റ് 2013 ഫോർമുലേറ്റ് ചെയ്തത്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ എൽഡർലി പീപ്പിൾക്ക് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ വെൽഫെയർ എൻഷുർ ചെയ്യുക എന്നതാണ്. ഇപ്പൊ ഈ ഒരു പോളിസി വന്നിട്ട് ഓൾഡർ പോപ്പുലേഷന്റെ സോഷ്യൽ നീഡ്സും ഹെൽത്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഗവൺമെന്റ് പ്രോഗ്രാംസ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The state old age policy was formulated by the Kerala government in 2013. Its main purpose to ensure the welfare and protection of elderly people as their numbers are increasing in the state. The policy has led to various government programs designed to support the health and social needs of the older population. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What is the Kerala Startup Mission? Kerala Startup Mission പറഞ്ഞാൽ എന്താണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വന്നിട്ട് ഒരു ഗവൺമെന്റ് ഏജൻസിയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 2006 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. അപ്പൊ ഈ ഒരു ഏജൻസി വന്നിട്ട് കേരളത്തിലുള്ള ഓൺട്രപ്രീനർഷിപ്പും അതുപോലെ തന്നെ പുതിയ ബിസിനസ്സസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ടെക്നോളജി ബേസ്ഡ് ബിസിനസ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂത്തിന് ഡെമോഗ്രാഫിക് ഡിവിഡൻഡിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The Kerala Startup Mission is a government agency that supports new businesses and entrepreneurship in Kerala. It was started in 2006 with its headquarters in Tirunelveli. Its main goal is to promote technology-based business activities and help the youth take advantage of the demographic dividend by creating job opportunities. Question: What were the key stages of migration history in Kerala? കേരളത്തിലുള്ള മൈഗ്രേഷൻ ഹിസ്റ്ററിയുടെ കീ സ്റ്റേജസ് എന്തൊക്കെയാണ്? അപ്പൊ കേരളത്തില് സെവറൽ സ്റ്റേജസ് ആയിട്ടാണ് മൈഗ്രേഷൻ ഹിസ്റ്ററി നടക്കുന്നത്. അതായത് ഏർലി 20th സെഞ്ചുറിയിൽ വന്നിട്ട് ജനങ്ങള് സദേൺ കേരളയിൽ നിന്നും നോർത്തേൺ കേരളയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വന്നിട്ട് കുറെ മലയാളീസുകൾ വന്നിട്ട് ഡൽഹി, മുംബൈ പോലെയുള്ള ഇന്ത്യൻ സിറ്റീസിലോട്ടാണ് മൈഗ്രേറ്റ് ചെയ്തത്. അതിനുശേഷം വന്നത് ഒരു ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ആണ്, അതായത് ഗൾഫ് കൺട്രീസിലോട്ടുള്ള മൈഗ്രേഷൻ ആണ്.
പിന്നെ വന്നത് ഡെവലപ്ഡ് നേഷൻസ് ആയ കാനഡ, UK പോലെയുള്ള കൺട്രീസിലോട്ട് വർക്കിനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ടുള്ള മൈഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The history of migration from Kerala has occurred in several stages. In the early 20th century, people migrated from southern to northern Kerala, that's Malabar. Later, many Malayalis moved to major Indian cities like Delhi and Mumbai. After this, a large-scale migration to Gulf countries began, followed by recent trends of moving to developed nations like Canada and the UK for work and education. Question: How does India's age structure present an opportunity for economic growth? എങ്ങനെയാണ് ഇന്ത്യയിലുള്ള ഒരു ഏജ് സ്ട്രക്ചർ വന്നിട്ട് എക്കണോമിക് ഗ്രോത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുന്നത്? അപ്പോൾ ഇന്ത്യയിലുള്ള ഏജ് സ്ട്രക്ചർ മെയിനായിട്ട് എന്താ ഷോ ചെയ്യുന്നത് വെച്ചാൽ 15 മുതൽ 59 ഏജ് ഗ്രൂപ്പിലുള്ള ടോട്ടൽ പോപ്പുലേഷനിൽ 63% യങ് പീപ്പിൾ ആണ്. അതായത് യങ് പീപ്പിളിന്റെ പ്രപ്പോർഷൻ പറയുന്നത് വളരെ ഹൈ ആണ്. ഈ ഒരു ലാർജ് വർക്ക് ഫോഴ്സ് വന്നിട്ട് എക്കണോമിക് ഗ്രോത്തിന് ഒരു മേജർ ഓപ്പർച്യൂണിറ്റി ആക്കിയാട്ടാണ് വരുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂത്തിന് നല്ല എഡ്യൂക്കേഷനും അതുപോലെ ഹെൽത്ത് കെയറും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നൽകുകയാണെങ്കിൽ ഒരു കൺട്രിയുടെ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ പ്രോഗ്രസ് ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. India's age structure shows that it has a high proportion of young people with 63% of the population in the 15 to 59 age group. This large workforce is a major opportunity for economic growth, a situation known as a demographic dividend. If the youth are provided with good education, healthcare, and job opportunities, they can significantly increase the country's productivity and progress. Subscribe to this channel for more videos like this. Question: Why is it important to register births and deaths? ബർത്തും ഡെത്തും രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ ബർത്ത് ഡെത്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അക്യുറസി വന്നിട്ട് ഡെമോഗ്രാഫിക് സ്റ്റഡീസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെത്തും അതുപോലെ തന്നെ ബർത്തും വന്നിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇന്ത്യയിൽ മാൻഡേറ്ററി ആണ്. ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് കൺട്രീസിലും അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ നടക്കുന്നത് റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഏജൻസി മുഖാന്തരമാണ്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The accuracy of birth and death statistics is very important for demographic studies. To ensure this, it is mandatory in India, as in most countries, to register all births and deaths on time. This registration is done with the relevant government agencies in both rural and urban areas. Question: How do epidemics and famines affect mortality rate? എങ്ങനെയാണ് എപ്പിഡമിക്സും ഫാമൈൻസും മോർട്ടാലിറ്റി റേറ്റ് എഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ എപ്പിഡമിക്സ് എന്ന് പറയുന്നത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസീസസ് ആണ്. അതേസമയം ഫാമൈൻസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഫുഡ് ഷോർട്ടേജ് ആണ്. അപ്പോൾ ഇവ രണ്ടും മോർട്ടാലിറ്റി റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ഇവൻറ്റ്സ്, അതായത് എപ്പിഡമിക്സും ഫാമൈൻസും വന്നിട്ട് ഷോർട്ട് പീരീഡിൽ കുറേ ഡെത്ത്സ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാരണം ഡെത്ത് റേറ്റ് കൂടുകയും അതേസമയം പോപ്പുലേഷൻ്റെ ഓവറോൾ ലൈഫ് എക്സ്പെക്റ്റൻസി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Epidemics, which are widespread diseases, and famines, which are extreme shortage of food, can dramatically increase mortality rates. These events lead to a large number of deaths in short period. This causes the death rate to spike and can lower the overall life expectancy of a population. Question: What is meant by guest workers in the context of Kerala? കേരളയുടെ കോണ്ടെക്സ്റ്റിൽ ഗസ്റ്റ് വർക്കേഴ്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇപ്പം മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സിനെ റെഫർ ചെയ്യുന്ന ഒരു ടേമാണ് ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ വർക്കേഴ്സ് വന്നിട്ട് ഇപ്പോൾ കേരള സൊസൈറ്റിയിൽ ഒരു കോമൺ പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇവർ പല സെക്ടേഴ്സിലും കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ സ്റ്റേറ്റ് എക്കോണമിക്ക് ഇവരുടെ കോൺട്രിബ്യൂഷനെ അക്നോളേജ് ചെയ്യാനാണ് ഈ ഒരു ടേം റെസ്പെക്ട്ഫുൾ വേയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. In Kerala, the term guest workers is a new and positive term used to refer to migrant workers who come from other states to work.
These workers are now a common part of Kerala society and work in many different sectors. This term is seen as a respectful way to acknowledge their contribution to the state's economy. Question: Who led the drafting of the new national population policy that came into effect in 2000? 2000-ൽ നിലവിൽ വന്ന ന്യൂ നാഷണൽ പോപ്പുലേഷൻ പോളിസിന്റെ ഡ്രാഫ്റ്റിംഗ് ആരാണ് ലെഡ് ചെയ്തത്? ഇപ്പം ന്യൂ നാഷണൽ പോപ്പുലേഷൻ പോളിസി വന്നിട്ട് ഡോക്ടർ MS സ്വാമിനാഥന്റെ ലീഡർഷിപ്പിന്റെ അണ്ടറിലാണ് ഡ്രാഫ്റ്റ് ചെയ്തത്. ഈ ഒരു പോളിസി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ്സും അതുപോലെ തന്നെ ലോങ് ടേം ഗോൾസിന്റെയും അടിസ്ഥാനത്തിലാണ്. ഇപ്പം ഈ ഒരു പോളിസി വന്നിട്ട് 1976-ൽ നിന്നുള്ള ഏർലിയർ പോളിസിയാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The new national population policy was drafted under the leadership of Dr. MS Swaminathan. This policy was based on long-term goals and achievements identified by a group of experts. It replaced the earlier policy from 1976 and set a new direction for India's population management. Question: How can sustainable development be achieved? എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് വന്നിട്ട് ഇന്ത്യയിലുള്ള അവൈലബിൾ റിസോഴ്സസും അതുപോലെ തന്നെ എൻവിറോൺമെന്റ് കപ്പാസിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാനേജ് ചെയ്ത് പോകണം. അപ്പോൾ ഈ ഒരു റിസോഴ്സസ് വന്നിട്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ കറന്റ് ജനറേഷന്റെ നീഡ് മീറ്റ് ചെയ്യുകയും വേണം. അതേസമയം ഫ്യൂച്ചർ ജനറേഷൻസിന്റെ നീഡ്സിൽ മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഹാം ചെയ്യാതിരിക്കുകയും വേണം. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The sustainable development can only be achieved by creating a balance. India's population growth must be managed in line with the available resources and the environment's capacity. We must use resources to meet the needs of the current generation without harming the ability of future generation to meet their own needs. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.